അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു. അഖ്നൂർ മേഖലയിൽ BSF ക്യാമ്പിന് നേരെ പാക് വെടിവയ്പുണ്ടായി. ഇതേ തുടർന്ന് ആഭ്യന്തര സുരക്ഷ വിലയിരുത്താൻ രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പാക് പിടിയിലായ ജവാനെ മോചിപ്പിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. UN ഇടപെടുമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയ്ക്ക് അമേരിക്ക പിന്തുണ നൽകി. ഉറി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു ഇന്ത്യൻ സൈനികൻ കൂടി മരിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, അതിർത്തിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ സുപ്രധാനമായും ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ. യോഗത്തിന് ശേഷം വളരെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഒരു സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. 18 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ ഈ സൈനികനെ പാകിസ്ഥാൻ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം വിട്ടു നൽകണമെന്ന് സർക്കാർ തലത്തിൽ കൂടി ആവശ്യപ്പെടുമെന്നാണ് ഈ ഉന്നതതല യോഗത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിട്ടും പാകിസ്ഥാൻ ഈ ഒരു നീക്കത്തോട് സഹകരിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം തലത്തി നിലവിലുള്ള കരാറുകൾ ചൂണ്ടിക്കാട്ടി സൈനികനെ വിട്ടു നൽകണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷവും പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. അതേസമയം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ ഏത് ആക്രമണവും നേരിടാൻ പാകിസ്ഥാൻ സജ്ജമെന്ന തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഏത് ആക്രമണവും രാജ്യത്തിനകത്തേക്ക് വരുന്നതും നേരിടും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ പാക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ അപലപിച്ച് ഇന്ന് രാവിലെ അമേരിക്കയും രംഗത്തെത്തിയിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം പാകിസ്ഥാൻ നിർത്തണം എന്നായിരുന്നു അമേരിക്കയും വ്യക്തമാക്കിയിരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളും പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ ചില ഡ്രോണുകൾ രാജസ്ഥാൻ അതിർത്തിയിലും മറ്റും കണ്ടു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്ത് മുതൽ നിലവിൽ കാശ്മീർ അതിർത്തി വരെയുള്ള ഭാഗങ്ങളിൽ കനത്ത നിരീക്ഷണവുമാണ് നടക്കുന്നത്. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വ്യോമസേനയുടെയും മറ്റും സഹായത്തോടു കൂടിയുള്ള നിരീക്ഷണ പറക്കലുകളും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാധ്യത ഇല്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ഈ സൈനികനെ വിട്ടു നൽകുന്ന കാര്യത്തിൽ നടപടി ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന വിശദീകരണം. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.